കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നിയൊരു ന്യൂസാണ്. തിരുവനന്തപുരത്ത് UST ഗ്ലോബലിലെ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ലേഡി ഏകദേശം ഒരു മാസം മുൻപ് ഒരു കോസ്മെറ്റോളജി സെൻറ്ററിൽ പോയിട്ട് കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു സർജറി ചെയ്തു. സർജറിക്ക് ശേഷം ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പുള്ളിക്കാരിക്ക് കുറേ പ്രശ്നങ്ങൾ വരികയും വേറൊരു ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോകുമ്പോൾ കാർഡിയാക് അറസ്റ്റ്, കിഡ്നി ഫെയിലിയർ, അങ്ങനെ കുറേ അസുഖങ്ങൾ വരികയും കുറേ പ്രോബ്ലംസ് വരികയും വെന്റിലേറ്ററിൽ 27 ദിവസം അവർ കിടക്കുകയും ചെയ്തു. പിന്നീട് ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ കാലിലും കയ്യിലും ഉൾപ്പെടെ 9 വിരലുകൾ മുറിച്ച് മാറ്റണം, എന്നാലേ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് ഡോക്ടേഴ്സ് പറയുകയും ഹസ്ബൻഡിൻ്റെ കൺസേണോടുകൂടി വിരലുകൾ മുറിച്ച് മാറ്റുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല, എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുമ്പോൾ നമ്മുടെ ബോഡി എങ്ങനെ പ്രതികരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇരിക്കുന്ന രീതിയിൽ തന്നെ നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക. ആ കുട്ടിയെ ഞാൻ കുറ്റം പറയാല്ല, ചിലപ്പോൾ ബോഡി ഷേമിംഗ് ഒക്കെ നേരിട്ടിട്ടുണ്ടാകും. ബട്ട് കാശുള്ളത് കൊണ്ടാണല്ലോ അവരത്രയും ക്യാഷ് ചിലവാക്കിയിട്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോയത്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എന്തോരം ആ കുട്ടി അനുഭവിക്കുന്നുണ്ടായിരിക്കും. സോ നമ്മൾ നമ്മുടെ ശരീരം എങ്ങനെയാണോ അങ്ങനെ അങ്ങ് സൂക്ഷിക്കുക.